അപ്പനും അമ്മയൊക്കെ പണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിന്റെ അനുഗ്രഹത്താലായിരിക്കാം നമ്മൾ ഇന്നിങ്ങനെ നെറ്റപ്പായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നോമ്പ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? Do you think that fast and abstinence is important for my life? ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ ചെറുപ്പക്കാർക്കൊക്കെ നോമ്പും പ്രാർത്ഥനയും നമുക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്തിന് മറ്റൊരു പ്രത്യേകത, ഈ നോമ്പുകാലത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് കേൾക്കുന്നത്? വചനം കേൾക്കുന്നത്. വചനമൊക്കെ കേൾക്കാൻ ഇങ്ങനെ കൺവെൻഷനുകളുണ്ട്, റിട്രീറ്റുകളുണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് കൂടുവാനൊക്കെ ഒത്തിരി അവസരം നോമ്പുകാലത്ത്. അപ്പൊ അതുകൊണ്ട് നോമ്പുകാലം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം തന്നെയാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നോമ്പ് അതിന്റെ അർത്ഥതലങ്ങളൊക്കെ ഒത്തിരി വേറെ രീതിയിലൊക്കെ ചിന്തിക്കപ്പെടുന്നത്. നോമ്പ് നോക്കണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ നമ്മുടെ ഡൽഹിയിൽ തന്നെയുള്ള, നമ്മുടെ ഡൽഹി റീജിയണിലുള്ള ഒരു ദേവാലയത്തിലെ ഒരു കുടുംബത്തിലെ ഒരു അമ്മയെ വിളിച്ചു. ആ അമ്മ ഷുഗർ പേഷ്യന്റ് ആണ്, പ്രഷറിന്റെ ഗുളിക കഴിക്കുന്നുണ്ട്. ഏതൊക്കെ അസുഖം ഈ ആശുപത്രിക്കാരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ ഡോക്ടേഴ്സ് അതിനെല്ലാം ആ അമ്മച്ചിക്കുണ്ട്. അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എന്തോ സുഖമായിട്ടിരിക്കുന്നു, നോമ്പൊക്കെ നോക്കുന്നുണ്ടോ? അപ്പൊ പറഞ്ഞു, ഡോക്ടർ എന്നോട് പറഞ്ഞു അമ്മച്ചിക്ക് പ്രായമായല്ലോ, 80 നോമ്പ് നോക്കേണ്ട കാര്യമില്ല, അമ്മച്ചി കഴിക്കണം, അമ്മച്ചിയുടെ ശരീരത്തിന് ഇതാണ്. പക്ഷെ അമ്മച്ചി പറഞ്ഞാൽ എനിക്ക് കഴിക്കാനായിട്ട് തോന്നുന്നില്ല, കാരണം വർഷങ്ങളായി ഞാൻ നോമ്പ് നോറ്റ് എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി എന്ത് നോമ്പ്. അതേ ദിവസം തന്നെ നമ്മുടെ ഒരു ചെറുപ്പക്കാരനെ ഞാൻ പോയി വിളിച്ചു. ഞാൻ ചോദിച്ചു, എടാമോനെ എന്തുകൊണ്ട് വിശേഷിച്ചുകൊണ്ടിരിക്കുന്നു? ഞാൻ ചോദിച്ചു, നീ നോമ്പൊക്കെ നോക്കുന്നുണ്ടോ? നോമ്പുകാലത്താണല്ലോ, അപ്പൊ എന്തെങ്കിലും ചോദിക്കുന്നത് നോമ്പ്. അച്ഛാ, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നോമ്പ് നോക്കണമെന്ന്. പക്ഷേ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, നീ എന്നും ജോലിക്ക് പോകുന്നതല്ലേ, അതുകൊണ്ട് 2 മുട്ട വെച്ച് കഴിച്ചാൽ വലിയ പ്രയാസം ഇല്ല. അപ്പോൾ ഒരു 80 വയസ്സുകാരി ഡോക്ടർ പറഞ്ഞു കഴിക്കില്ല. പക്ഷേ പുള്ളിക്കാരിക്ക് നോമ്പിന് ഇറച്ചിയോ മീനോ മുട്ടയോ കഴിക്കാൻ തോന്നുന്നില്ല. മറ്റൊരിടത്ത് അമ്മ മോനോട് പറഞ്ഞു, നമുക്ക് ഇത് നോക്കിയാൽ 2 മുട്ടയുടെ കാര്യമൊക്കെ കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഈ നോമ്പിൻ്റെതായ ചില ചിന്തവട്ടങ്ങളെയും അതിന്റെ പ്രാർത്ഥനകളെയും അതിൻ്റെതായ ചില പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് ലഘൂകരിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മള് കുറെ ഫ്രീ അല്ലെങ്കിൽ കുറെ കാര്യങ്ങളിൽ കൊടുത്ത എക്സെപ്ഷൻ ആണ് നമ്മുടെ ഇന്നത്തെ തകർച്ചയുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. എൻ്റെ വീട്ടില് പണ്ട് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഞായറാഴ്ച രാവിലെ കുർബാന കഴിയാതെ എനിക്ക് പച്ചവെള്ളം തരും, എനിക്ക് ഫുഡ് തരുന്നില്ല. അത് എൻ്റെ ജീവിതത്തിന്റെ ഒരു സിസ്റ്റം ആയതുകൊണ്ട് ഇന്നും എനിക്ക് കുർബാന കഴിക്കാതെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുവാനായിട്ടൊരു. പക്ഷെ ഇന്ന് നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? അത്രയും നേരം നിൽക്കേണ്ടിയിരിക്കും, 2 ദോശ കഴിച്ചിട്ട് ഓടാം ഇന്നും പറഞ്ഞു കാണും ആരെങ്കിലുമൊക്കെ. കാരണം നമ്മുടെ ജീവിതത്തില് ചില എക്സെപ്ഷൻസ് വന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ പലയിടത്തുമുള്ള പരാജയങ്ങൾ ആരംഭിച്ചു. അപ്പൊ ഇന്നത്തെ ഒരു കാര്യം എന്താണ്? അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യണം, നോമ്പ് നമുക്ക് അനുഗ്രഹപ്രദമാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ആ ഒരു ഗതികേടിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കുന്നു, വാട്ട് ഈസ് നോമ്പ്? എന്തിനാണ് നോമ്പ് നോക്കുന്നത്? നോമ്പ് ആരൊക്കെ നോക്കിയിട്ടുണ്ട്? നമ്മളിപ്പോ ഒരു സാധനം ആമസോണിൽ നിന്ന് മേടിക്കണമെന്ന് നിങ്ങൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഒരു പ്രോഡക്റ്റ് മേടിക്കണം എന്താ ചെയ്യുന്നത്? ആദ്യം ആ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കും. 2-3 യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ നോക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? അതാരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലയോ? കത്രീനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മേക്കപ്പ് സാധനം മേടിക്കുകയാണെങ്കിൽ നോക്കൂ, ആ ഗ്ലോസി സ്കിൻ നോക്കൂ, ഇതിന്റെ ശുദ്ധം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിനെ മേടിക്കാനായിട്ട് പോകുന്നത്. അതൊരു വണ്ടി മേടിക്കാനാണ് നിങ്ങൾ ആരൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അതിനകത്ത് നോക്കുന്നത് റിവ്യൂ നോക്കുക, എത്ര സ്റ്റാർ അതിന് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കും. പിന്നീട് നിങ്ങൾ അതിനകത്തെ ഈ അവസാനം കമന്റ്സിൽ പോയി നോക്കും, ഇതിനകത്ത് ആൾക്കാർ എന്തൊക്കെയാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് നോമ്പിനെ അങ്ങനെ നിർവഹിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കടന്നുപോയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് എന്താണ്? നോമ്പ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ രണ്ടുപേരും നോമ്പ് എന്താണ്? നമ്മുടെ ശരീരത്തെ ആത്മീയമായി വിശുദ്ധീകരിക്കുന്ന ഒരു സമയമാണ് നോമ്പ്. പിന്നെ ചിലവർക്ക് ഇത് ഇറച്ചിയും മീനും കൊണ്ടേ കഴിക്കാൻ പറ്റാത്ത സമയമാണ് നോമ്പ്. അങ്ങനെ നമുക്ക് പല എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കേണ്ടത് നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ആത്മീയമായ ശുശ്രൂഷയാണ് എന്ത്? നോമ്പ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാം ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അച്ഛനെ മെസ്സേജ് ഇട്ടതാണ് ഗ്രൂപ്പിലെ ബൈബിള് കൊണ്ടുവരണമെന്നുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ വേഗം തമ്പുരാന്റെ കുറെ വചനങ്ങളിലൂടെ നോയമ്പിനെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ജോയൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഇത് വചനവർഷമായാലും വചനമുറ്റിന് നമുക്ക് വായിച്ചായിരിക്കും നമ്മൾ ഈ പ്രാവശ്യത്തെ ഈ ധ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോവുക. ജോയൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 13-14 വാക്യങ്ങൾ. കിട്ടിയോ? ജോയൽ പ്രവാചകൻ എവിടാന്നറിയാവോ? വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. മൊബൈൽ ഉണ്ടോ? ഇല്ല. നമ്മുടെ ചില കാര്യങ്ങൾ ഇങ്ങനെ അമ്മമാർക്ക് വിട്ടുകൊടുത്തതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടില്ല. ജോയൽ പ്രവാചകൻ, ഹോസിയ, ജോയൽ അവസാന കാലഘട്ടത്തിലോട്ട് വാ. റെഡി കിടന്ന് പുറപ്പാടി കിടന്ന് അപ്പൊ അത് ഏറ്റവും അവസാനത്തോട്ട് വാ. ഏറ്റവും അവസാനം വാ. മത്തായിയുടെ പുറയിലോട്ട് പോകും. എന്നാലും എളുപ്പം പേജിലും വീട്ടിൽ അതുപോലെ 1290 എന്റെ ബൈബിളിനകത്ത് 1296 പേജ് ആണോ? ഓക്കെ, കിട്ടിയോ? കിട്ടി. വായിക്കേ. നിങ്ങൾ ഹിന്ദി ബൈബിളാണോ വായിക്കുന്നത്? വായിക്കേ. ഉറക്കെ വായിക്കണം. ഇത് ഇത്ര എങ്ങനെയല്ലേ ശബ്ദമുള്ളത്? ഉറക്കെ വായിക്കും. കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ഒരിക്കലോടായി പുരോഹിതന്മാരെ ചാക്കൊടുത്ത് വിലപിക്കുവേൻ, ബലിപീഠ ശുശ്രൂഷകരെ വിലപിക്കുവേൻ, എന്റെ ദൈവത്തിന്റെ സേവകരെ അകത്ത് ചെന്ന് ചാക്കൊടുത്ത് രാത്രി കഴിക്കുവേൻ. ധാന്യബലിയും പാനീയബലിയോ നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ അർപ്പിക്കപ്പെടുന്നില്ല. ഉപവാസം പ്രഖ്യാപിക്കുകയും മഹാസഭ വിളിച്ചുകൂട്ടുകയും ചെയ്യുവേൻ. ശ്രേഷ്ഠന്മാരെയും ദേശവാസികളെയും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തിൽ ഒരുമിച്ച് കൂടുവേൻ. കർത്താവിനോട് പ്രാർത്ഥിക്കുകയും. ഉപവാസം എന്തുവാ? പ്രാർത്ഥനയുടെ സമയമാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഉപവാസത്തിന്റെ സമയം, നോമ്പിന്റെ സമയം. ചേന്മാരെ കേൾക്കുന്നുണ്ടല്ലോ, എന്തിന്റെ സമയമാണ്? പ്രാർത്ഥനയുടെ സമയം. നിങ്ങൾ ബാക്കിയുള്ള സമയം പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട സമയം ഏതാണ്? നോമ്പിന്റെ സമയമാണ്. അതുകൊണ്ടാണ് ഈ ഭക്ഷണത്തിൽ നിന്നൊക്കെ മാറിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്ത് പ്രയോജനമുണ്ടോ? ഇല്ല, ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കൂടുതൽ സമയം പ്രാർത്ഥിക്കണം. ബാക്കിയുള്ള ദിവസങ്ങളിൽ 1 ജപമാല ചൊല്ലുന്നവരാണെങ്കിൽ നോമ്പിന് സമയം എത്ര ജപമാല വെക്കണം? 2 ചൊല്ലണം. ബാക്കിയുള്ള ദിവസത്തിൽ 3 അധ്യായം വെച്ച് വായിക്കുന്നവരാണെങ്കിൽ നോമ്പിന് സമയത്ത് എത്ര വായിക്കണം? 4 വായിക്കണം. ഒന്നേ കൂട്ടുന്നുള്ളൂ, അതിന്റെ അതൊന്നും കൂട്ടല്ലേ. ഒന്ന് വെച്ചേ കൂട്ടുന്നുള്ളൂ, കഷ്ടപ്പെട്ടാ കൂട്ടുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് 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 അനുഗ്രഹങ്ങൾ മേടിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ സമയമാണ് ഉപവാസത്തിന്റെ സമയം. പ്രാർത്ഥിക്കണം, ഒത്തിരി നിന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാം വീട്ടിൽ പ്രാർത്ഥന പായുണ്ടോ?
ഒരു പ്രാർത്ഥന ഉണ്ടോ? കേൾക്കുന്നില്ല? ഉണ്ട്. ഇല്ലാത്തവരെന്ന് മേടിക്കുന്നതിൽ ചിലവുണ്ടാകത്തില്ല. പ്രാർത്ഥന ഉണ്ടായിരിക്കണം. നമ്മുടെ എല്ലാം പണ്ട് നമ്മുടെ എല്ലാം കുടുംബങ്ങളിലെ ഒരു അനുഗ്രഹം എന്തായിരുന്നു? ഈ പ്രാർത്ഥന അപ്പായുടെ മുകളിൽ ഇന്ന് പ്രാർത്ഥിച്ചതാണ്. അച്ഛൻ വീട്ടിൽ വരുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾ പഴയ ആൾക്കാർ ആയിട്ട് കൊടുത്ത് അച്ഛനെ മുകളിൽ അത് മുള ഉണക്കാനും മല്ലി ഉണക്കാനുള്ള സാധനമല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പായായിരുന്നു. അവിടെ കണ്ണുനീര് വീണ് ആ പ്രാർത്ഥനാപ്പായുടെ അനുഗ്രഹം മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളൊക്കെ ഇന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നോമ്പിന്റെ സമയത്ത് ഒരു പ്രാർത്ഥനാപായ ഉണ്ടായിരിക്കണം. അവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. നമുക്കിന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ നമുക്കിന്ന് സമയമില്ല. നമ്മൾ ഒട്ടിക്കുന്ന പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. നമുക്കിന്ന് സൗകര്യങ്ങൾ കൂടിയപ്പോൾ പ്രാർത്ഥിക്കാൻ ഒട്ടും സമയമില്ല. പണ്ടത്തെ ആൾക്കാർക്ക് സൗകര്യമില്ലായിരുന്നു, പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ച് 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 കർത്താവിന്റെ മക്കളാകണം നിങ്ങൾ ഓരോരുത്തരും. പ്രാർത്ഥന കൊണ്ടല്ലാതെ നമുക്ക് രക്ഷയില്ല, പ്രാർത്ഥന കൊണ്ടല്ലാതെ നമുക്ക് രക്ഷയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. നോമ്പിന്റെ സമയത്ത് കൂടുതൽ സമയം പ്രാർത്ഥിക്കണം. വചനമൊക്കെ കൂടുതൽ വായിക്കുവാനായിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. 1 സാമുവേൽ 14:24. 1 സാമുവേൽ 14:24. ഇനി പുറകെ കിടന്ന് തപ്പരുത്, ഫ്രണ്ടിൽ വന്നോണം. 1 സാമുവേൽ 14:20. ഓക്കെ, അപ്പോൾ ഇസ്രായേൽ അന്ന് അസ്വസ്ഥരായിരുന്നു. കാരണം ശത്രുക്കളോട് പ്രതികാരം ചെയ്യുമ്പോൾ സന്ധ്യയ്ക്ക് മുൻപേ ഭക്ഷണം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവരാകട്ടെ എന്ന് സൗൽ പറയുകയും ജനങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ ശപഥം ചെയ്യുകയും ചെയ്തിരുന്നു. തന്മൂലം ആരും ഭക്ഷണം കഴിച്ചില്ല. അപ്പൊ അതിന്റെ കഥ ഒരു രക്ഷയുടെ കഥയാണ്. സൗല് ഇബ്രാഹിം പറഞ്ഞിരിക്കുന്നത് രക്ഷപ്പെടണമെങ്കിൽ എന്തോ വേണം? രക്ഷപ്പെടണമെങ്കിൽ എന്തോ വേണം? ഉപവസിക്കണം. രക്ഷപ്പെടണമെങ്കിൽ ഉപവസിക്കണം. രക്ഷപ്പെടണോ? നിങ്ങൾക്ക് രക്ഷപ്പെടാൻ താല്പര്യമൊന്നും ഇല്ലയോ? ഇല്ലയോ? നേരത്തെ രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടു നിങ്ങൾ, പക്ഷെ മൊത്തത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടണം. മോളെ നിനക്ക് രക്ഷപ്പെടണോ? രക്ഷപ്പെടണം. രക്ഷപ്പെടണമെങ്കിൽ എന്തോ ചെയ്യണം? ഉപവസിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. രക്ഷയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സങ്കടക്കടലിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. രക്ഷ നേടണമെങ്കിൽ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പണ്ട് നമ്മുടെ അമ്മമാർക്കൊക്കെ സഭ നിശ്ചയിക്കുന്ന നോമ്പുകളുണ്ടായിരുന്നു. അത് കൂടാതെ കുറെ നോമ്പുകളുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് സഭയുടെ നോമ്പുകൾ ഏതൊക്കെയുള്ള 25 നോയമ്പ്, 50 നോയമ്പ്, 3 നോയമ്പ്, അതൊക്കെ സഭയുടെ നോമ്പാണ്. ഇത് കൂടാതെ നോമ്പ് നോക്കിയ കുറെ അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 10 ജയിച്ചതിന്റെ ഒരു കാരണം എന്റെ അമ്മയുടെ ബുധനാഴ്ചത്തെ നോമ്പായിരുന്നു. പിന്നീട് വെള്ളിയാഴ്ച നോമ്പുണ്ട്, ഉപവാസം കൂടാതെ ശനിയാഴ്ച. എന്റെ പട്ടണത്തിന് മുൻപ് ഒരു വർഷം എല്ലാ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോറ്റ് ഞങ്ങളുടെ നാട് നിങ്ങൾക്കറിയാം അടൂരാണ്. അടൂര് മരുതുകൂട് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. മരുതുകൂട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ അനുഗ്രഹം പ്രാപിക്കുന്നു. അപ്പം ഈ രക്ഷപ്പെടണം, എന്റെ ചെറുക്ക രക്ഷപ്പെടണം, 10ൽ നിന്ന് ജയിച്ചെങ്കിലൊക്കെ രക്ഷപ്പെടണം എന്നുള്ള ഒരാഗ്രഹത്തിൽ എന്റെ അമ്മ നടത്തിയ നോമ്പാണ് ഏറ്റവും എന്നെ 10ൽ ജയിപ്പിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവർ, അങ്ങനെ നിങ്ങളുടെ വീടിൻ്റെതായ പ്രതിസന്ധികളില് സങ്കടങ്ങളില് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു വലിയ ചിന്തയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപവസിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഉപവസിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ്
ഈ കുരിശിന്റെ വഴിയിൽ എട്ടാമത്തെ സ്ഥലം എന്തുവാ? ഇനി മൊത്തത്തിൽ പോയി നോക്കിട്ട് പോകും. എന്തുവാ? ആരെങ്കിലും പറ, എട്ടാമത്തെ സ്ഥലം. ഓർസലേ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിച്ചു. കർത്താവ് എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? എനിക്ക് നിങ്ങളെല്ലാം പേരറിയാം. പേര് വിളിക്കാത്തത് പിന്നെ ഞാൻ പോട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ പേര് വിളിക്കും ഇങ്ങനെ ഇരുന്നുണ്ട്. നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും. കർത്താവ് അവസാനത്തെ അഡ്വൈസ് ഇതാണ്, നിങ്ങൾ എന്നെ ഓർത്തൊന്നും കരയേണ്ട. കരയണം പ്രിയപ്പെട്ടവരെ, കരഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അഭിഷേകം. ഈ അഭിഷേകം നമുക്ക് പറയുന്ന അച്ഛന്മാർ പറയുന്ന കാര്യം, അഭിഷേകമുണ്ട്. കണ്ണുകൂട്ടി അഭിഷേകമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് അഭിഷേകങ്ങൾ കൊണ്ടുവരണം. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളോട് പറയാൻ തോന്നണം, മമ്മി പ്രാർത്ഥിക്കണം, മമ്മി പ്രാർത്ഥിച്ചാൽ എനിക്ക് അനുഗ്രഹം കിട്ടും. അങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. പപ്പ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളോട് പറയുന്നുണ്ടോ? പറയുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം പരാജയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. കാരണം കുഞ്ഞുങ്ങൾ ആരോടാ പറയുന്നത്? മമ്മിയോടായിരിക്കും പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ച് രക്ഷ നേടണം നിങ്ങൾ. ഏതുകൊണ്ട് ഈ നോമ്പിന്റെ സമയത്ത് നോമ്പ് നോക്കണം. ചില സമയത്ത് സ്പെഷ്യലായിട്ട് നിങ്ങൾ നോമ്പ് നോക്കണം. വീടൊക്കെ വെക്കുകയാണ്, അല്ലെങ്കിൽ കല്യാണം നിങ്ങളുടെ വീട്ടിലൊക്കെ നടക്കുകയാണ്. അപ്പൊ അതിന്റെ ബാക്കി പരിപാടിയെ കുറിച്ച് ചിന്തിക്കുന്നതിന്, ഉപവസിക്കുന്നതിനെ കുറിച്ച് വേണം നിങ്ങൾ ചിന്തിക്കാൻ. മനസ്സിലായോ? ബാക്കിയെല്ലാം ചെയ്യുന്നതിന് മുൻപ് ഉപവസിച്ച് അതിന് നിങ്ങൾ തയ്യാറെടുക്കണം പ്രിയപ്പെട്ടവർ. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത്, നോമ്പ് എന്തിന്റെ സമയമാണ്? പ്രാർത്ഥന. രണ്ടെന്താണ്? രക്ഷയ്ക്കുള്ള ഉപായമാണ് നോമ്പ്. മൂന്നാണ് നമുക്ക് നോക്കാം. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യം. ദാനിയേലിന്റെ പുസ്തകം, ദാനിയേൽ 9:3. ബലമാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്, നോമ്പിലൂടെ ലഭിക്കുന്നത്. എന്താണ് കിട്ടുന്നത്? ആത്മീയമായ ഒരു ബലം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ നോമ്പൊക്കെയാണ് നമ്മളെ വീണ്ടും ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഒന്ന് സഹായിക്കുന്നതാണ്. മുട്ടൊക്കെ കുത്തി ഒന്ന് കുമ്പിട്ട് ഒരു 40 പ്രാവശ്യം മുട്ടൊക്കെ കുത്തി ഇങ്ങനെ കുമ്പിടാറൊക്കെ ഉണ്ടോ? എവിടെ കുമ്പിടാറാണ്? ഒക്കെ ഇട്ട് എന്തെങ്കിലും മുട്ട കുത്തിയൊക്കെ പ്രാർത്ഥിക്കാൻ നമുക്കൊരു ആത്മീയമായ ഒരു ബലമാണ്. എല്ലാ നോമ്പുകാരും നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വണ്ടിയൊക്കെ സർവീസ് ചെയ്യുന്നത് പോലെ നമ്മുടെ സർവീസിങ് ടൈം ആണെങ്കിൽ നോമ്പിന്റെ സമയം എന്ന് പറയും. നമ്മൾ തന്നെ ഒന്ന് നമ്മൾ ഒത്തിരി ഡൗൺ ആണ്, നമ്മൾ സ്പിരിച്വലി ഒത്തിരി ഡൗൺ ആണ്, നമ്മൾ മെന്റലി ഒത്തിരി ഡൗൺ ആണ്. ആ സമയത്ത് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു വലിയ ആത്മീയമായ അനുഭവമാണ് ഏത്? എന്ത്? ഉറക്കെ പറ, എന്താ പറയണേ? എന്താ? നോമ്പ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് നോക്കണം. നിങ്ങൾ കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് ഈ പാരമ്പര്യം നമുക്ക് വേണം. നോമ്പ് നോറ്റ് അനുഗ്രഹം പ്രാപിച്ചിട്ട് ഒരു പാരമ്പര്യം നിങ്ങൾക്ക് വേണം. അത് അവരോട് കാണിക്കുന്ന നോമ്പ് നോക്കണ്ട എന്ന് പറയുന്നത് അവരോട് കാണിക്കുന്ന സ്നേഹമൊന്നുമല്ല. നമുക്കൊരു നോമ്പ് നോക്കുന്ന ഒരു പാരമ്പര്യം, അങ്ങനത്തെ ഒരു തലമുറ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആത്മീയമായൊരു ശക്തി നമുക്ക് ഈ നോമ്പിലൂടെ ലഭിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നോമ്പ് നോക്കണം. അപ്പോൾ മൂന്നാമത് എന്താണ് പറഞ്ഞത്? ആത്മീയമായൊരു ബലം ലഭിക്കുന്നതിന് എന്ത് വേണം? എന്ത് നോക്കണം? ഉറക്കെ പറ, എന്ത് നോക്കണം? അപ്പോൾ ആത്മീയമായൊരു അഭിഷേകം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് നോമ്പ് നോക്കുന്നത് വളരെ ആവശ്യമാണ്. ഇനി അടുത്തത് സങ്കീർത്തനങ്ങൾ 69:10. സങ്കീർത്തനം 69:10. നിങ്ങൾ എഴുതിയൊക്കെ വെക്കുന്നുണ്ടോ? അതോ ഇങ്ങനെ പറയുമ്പോൾ എടുത്തെടുത്ത് പോകുന്നതേ ഉള്ളൂ? ഇതൊക്കെ നോക്കും, നല്ലതാണ്. 69, സങ്കീർത്തനം 69:10. ഉപവാസം കൊണ്ട് ഞാൻ എന്നെ തന്നെ വിനീതനാക്കി, അത് എനിക്ക് നിന്ദനത്തിന് കാരണമായി. നിന്നെ വിനീതനാക്കുന്ന ആത്മീയ ആയുധമാണ് എന്ത്? നമുക്ക് എന്തെങ്കിലും ഞാൻ ആണെന്നുള്ളൊരു ഭാവം ഉണ്ടെങ്കിൽ അതിനൊക്കെ കുറയ്ക്കുന്നത് എന്താണ്? ഈ നോമ്പാണ്.
ഒന്നുമല്ല കർത്താവേ, ഞാൻ ഒന്നുമല്ല. എല്ലാം എല്ലാം നിന്റെ ദാനമാണ്. ഞാനിന്ന് രാവിലെ എഴുന്നേറ്റത് പോലും എന്താണ്? ദൈവത്തിന്റെ ദാനമാണ്. ഇന്നലെ മ്യാൻമാറിലൊക്കെ കുറെ പേര് മരിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ മരിക്കുന്നതിന് അങ്ങനെ രോഗങ്ങളൊന്നും വേണമെന്നില്ല. നല്ലൊരു മോനാണെങ്കിൽ വീട്ടിൽ 5 പേരും മരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കൂട്ടി കണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഇനി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മരണം വരും. സ്കൂളിൽ നിന്ന് പോയ 4 പെൺകുട്ടികളുടെ മേലെ ഒരു ടാങ്കർ മറിഞ്ഞ കാര്യമൊക്കെ നിങ്ങൾ ഒരു മാസം മുമ്പ് കണ്ടതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതം അങ്ങനെ വലിയ സുനിശ്ചിതം, നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. നമ്മളെ തന്നെ വലിയ ഈ നോമ്പൊക്കെ നമുക്ക് അങ്ങനെ. അതുകൊണ്ടാണ് ഈ നോമ്പിന്റെ സമയത്ത് കുമ്പിട് വെക്കേണ്ട അർത്ഥം എന്താണ്? നോമ്പിന്റെ സമയത്ത് സമർപ്പണമാണ്. കുമ്പിടുക എന്ന് പറയുന്നത് സമർപ്പണമാണ്. നമ്മുടെ നെറ്റി എന്ത് ചെയ്യുന്നുണ്ട്? തലയിൽ അതിനർത്ഥം എന്താണ്? എന്റെ ബുദ്ധി, ഞാൻ എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾ സമർപ്പിക്കും. എന്റെ ഇതെന്തോ കൈ ബുദ്ധിയാണെന്ന് നിങ്ങൾ കൊണ്ടുപോകുന്ന അതിന്റെ അർത്ഥം എന്താണ്? എന്റെ പ്രവൃത്തികളെല്ലാം ദൈവമേ നിന്റെ മുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു. പിന്നെ നമ്മൾ കുട്ടു തന്നെയാണല്ലോ കുട്ടു എന്നെ നടക്കാൻ സഹായിക്കുന്നത്, എന്നെ ജീവിക്കാൻ സഹായിക്കുന്നത്, എന്റെ ജീവിതത്തിൽ ഓരോ വളർച്ചയും ഇതിലൂടെയാണ്, യേശുവിലൂടെയാണ്. നിനക്ക് ഞാനത് സമർപ്പിക്കും. അതുകൊണ്ടാണ് വിനീതരാക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ചെയ്യണം പ്രിയപ്പെട്ടവരെ. ഇതിനൊക്കെ ഒരു സന്തോഷം വേണം. ഈ നോമ്പിൽ കൂടുതൽ പ്രാർത്ഥിക്കുവാനൊക്കെ ഒരു സന്തോഷം. ദുഃഖവെള്ളിക്കൊക്കെ രാവിലെ മുതലേ വന്നിരിക്കണം. നമ്മൾ പലരും പിടിച്ചിരിക്കുന്ന എന്തൊക്കെ ഒന്ന് കഴിയട്ടെ, ഒന്ന് മൂക്കിട്ട് പരിപാടി, അപ്പൊ നമുക്ക് പഠിച്ചില്ല ഇങ്ങനെ ചിന്തിക്കുന്ന കുറെ പേരുണ്ട് ഇല്ലേ? കഴിഞ്ഞിരിക്കുന്ന വേറെ അപ്പൊ നമുക്ക് പള്ളിയിലോട്ട് അങ്ങനെയല്ല. നമുക്ക് ഇതിനകത്ത് ഒരു സന്തോഷമാണ്. യു ഷുഡ് ബി ഹാപ്പി ഇൻ കമ്മിങ് ടു ദ ചർച്ച്. എനിക്കൊരു സന്തോഷം. ഇന്ന് എത്ര പേര് സന്തോഷത്തോടെ എല്ലാം സന്തോഷത്തോടു കൂടി വേണം പള്ളി വരാൻ. നിങ്ങൾ മനസ്സിലായോ? യു ഷുഡ് ബി ഹാപ്പി ഇൻ കമ്മിങ് ടു ദ ചർച്ച്. നിങ്ങൾക്ക് ഇവിടുത്തെ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുന്നതിനൊക്കെ ഒരു സന്തോഷം വേണം. മനസ്സിലായോ? അയ്യോ ഇത് മമ്മിയെ നാട്ടുകാരെ ചീത്തയെ കുറിച്ച് ബഹളം ഉണ്ടാക്കി രാവിലെ പിശാചിനെ കൊണ്ട് പള്ളി ധരിക്കരുത്. ഹല്ലേലൂയാ പറഞ്ഞേ, ഹല്ലേലൂയാ ഹല്ലേലൂയാ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നിന്നെ വിനീതനാക്കുന്ന ആത്മീയ ശുശ്രൂഷയാണ് എന്ത്? നോമ്പ്. ഇനി നമുക്ക് അടുത്തത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:2-3. ഇനി പഴയ 3. അവരെ കർത്താവിനെ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബാർന്നബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ അവരുടെ മേൽ കൈവയ്പ് നടത്തി പറഞ്ഞയച്ചു. അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു. ഉപവസിച്ചു. അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു. ഉപവസിച്ച് കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. കർത്താവിന്റെ സ്വരം ശ്രവിക്കാൻ പറ്റിയ സമയമാണ് നോമ്പിന്റെ ഉപവാസത്തിന്റെ സമയം. മനസ്സിലായോ? കർത്താവ് നിങ്ങളോട് സംസാരിക്കും പ്രിയപ്പെട്ടവരെ. കർത്താവ് നിങ്ങളോട് സംസാരിക്കും. മനസ്സിലായോ? കർത്താവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? സംസാരിക്കും. അത് ബൈബിളിലൂടെ സംസാരിക്കും, ഏതെങ്കിലും വ്യക്തികളിലൂടെ സംസാരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹം കിട്ടും. അതുകൊണ്ട് കർത്താവിനോട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രദേശം എന്ത് ചെയ്യണം? കർത്താവിനോട് സംസാരിക്കണമെങ്കിൽ ഉപവസിക്കണം. കർത്താവിന്റെ സ്വരം കേൾക്കാൻ. അപ്പോൾ ഇവിടെ അവർ കർത്താവ് ശുശ്രൂഷ ചെയ്തു. ഉപവസിച്ച് കഴിയെ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർന്നബാസിനെ സാവൂളിനെ ഞാൻ വിളിച്ചിരുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. അതിനുശേഷം മൂന്നാം വാക്യം, ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ അവരുടെ മേൽ കൈവപ്പ് നടത്തി പറഞ്ഞയച്ചു. ഒരു ആത്മീയ ശുശ്രൂഷ, അതിന് മുമ്പേ പറഞ്ഞ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് മുന്നൊരുക്കമായിട്ട് എന്തോ നടത്തണം? ഉപവാസവും പ്രാർത്ഥനയും നടത്തണം. നമുക്ക് ഇന്ന് ഒത്തിരി പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ.
ഒരു ആത്മീയമായ ഒരു തലത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഉപവസിക്കണം. നിങ്ങൾ അതാ പറഞ്ഞ ഒരു വീട് മാറ്റം, നിങ്ങളൊരു പുതിയ വീട് വയ്ക്കുന്നു, നിങ്ങൾ എന്തോ ചെയ്യേണ്ടി? വീട് ഉദാശയുടെ സമയത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. കാറ്ററിംഗ് പ്ലാൻ ഓർഡർ കൊടുക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഉപവസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സ്വരങ്ങൾ, കർത്താവേ നീ എന്താണ് പറയുന്നത്? വാട്ട് ഈസ് യുവർ പ്ലാൻ? കർത്താവിനോട് ചോദിക്കണം. മനസ്സിലായോ? പ്ലസ് ടു കഴിഞ്ഞ് പോവുകയാണ്, MBA ഉണ്ട്, MBBS ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, പിന്നെ അപ്പൻ MBBS, അമ്മ MBA, മോൾക്കാണെങ്കിൽ നേഴ്സിംഗ്. അപ്പോൾ വഴക്കുണ്ടാകും. ആരോട് ചോദിക്കണം? കർത്താവിനോട് ചോദിക്കണം. കർത്താവേ വാട്ട് ഈസ് യുവർ പ്ലാൻ? എൻ്റെ കുഞ്ഞ് ഇങ്ങനെ വഴിതെറ്റി പോകുന്ന കർത്താവേ വാട്ട് ഈസ് യുവർ പ്ലാൻ? നിനക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? വാട്ട് ഈസ് യുവർ പ്ലാൻ? അങ്ങനെ ചോദിക്കണമെങ്കിൽ ഒരിടത്ത് പോയി ഇരിക്കണം, ഒരിടത്ത് പോയി ഇരുന്ന് പ്രാർത്ഥിക്കണം. ഇരിക്കാതെ രക്ഷയില്ല. ഇത് സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നത്. ഞാൻ പലരും സ്വസ്ഥതയില്ല, ഇതൊരു ഹാരിമതി ജീവിതമാണ്, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കലുമാണ്. സ്വസ്ഥമായിട്ട് ഇരിക്കണം പ്രിയപ്പെട്ടവർ. കുറച്ച് സമയമെങ്കിലും കൊത്തിയൊന്നിരിക്കണം. എല്ലാവരും പണ്ട് നമ്മുടെയൊക്കെ അപ്പനും അമ്മയൊക്കെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മളിപ്പോൾ അതിന് കാരണം പറയുന്നത് എന്തുവാ? രാത്രി ലേറ്റ് ആയിട്ടാണ് കിടന്നത്, അതുകൊണ്ട് രാവിലെ എണ്ണിക്കാനായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, അദ്ദേഹം പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പോലും അലാറം കേട്ട് പണ്ട് എണ്ണിക്കത്തില്ല. വൈ വീട്ടിൽ അലാറം വേണ്ടി പൈസ കിടക്കുന്നത് അല്ല, വൈ എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചയുടെയും പ്രാർത്ഥന കേട്ടിട്ടായിരുന്നു ഞാൻ എഴുതി. നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഓർമ്മയുണ്ടെങ്കിൽ അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുളായി യേശുപരനേ. മനമേ പരിശീലനങ്ങളുണർന്നിത പാടുക മനമേ നീയോ 20 വയസ്സിന് താഴെയുള്ളവർക്ക് 20 ഇയേഴ്സിന് താഴെയുള്ളവർക്ക് താഴെ മീൻസ് ബിലോ 20 ഇയേഴ്സ് ഓക്കെ. നിങ്ങൾ എല്ലാവരും പാടുന്ന പാടി അതിരാവിലെ കമോൺ പാട് ബിലോ 30 വേണമെങ്കിൽ ഒരു അവസരം ബിലോ 30 ഞാൻ ഈ പാട്ട് യൂട്യൂബിൽ കേട്ടിട്ടല്ല പഠിച്ചത്. ഞാൻ യൂട്യൂബിൽ കേട്ടിട്ടല്ല പ്രിയപ്പെട്ടവരെ ഈ പാട്ട് പഠിച്ചത്. നമ്മളിത് പറഞ്ഞു കൊടുക്കണം. ഈ കുഞ്ഞുങ്ങൾ ഇത് പഠിക്കണ്ടായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സ്വരം കേട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. അതുകൊണ്ട് കർത്താവ് അവസാന യാത്രയിൽ പറഞ്ഞത്, എന്നെ കുറിച്ച് നിങ്ങൾ വലിയ ആഗ്രഹം വേണ്ട, നിങ്ങൾ കരയേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ടതും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാണ്. കുഞ്ഞു പ്രായത്തിലെ ദൈവത്തെ കൊടുത്തു വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ. ഉച്ചയിലെ തന്നെ അവരെ വൈകുന്നേരം പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ അവിടെ കൂടിയിരുത്തി നിങ്ങൾ പഠിപ്പിക്കണം. ഒരു 15 വയസ്സ് കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ടു പോയിട്ട് അയ്യോ അച്ഛാ ലഭിക്കരുത്. അതിന് മുൻപേ കൊടുക്കണം. ചുട്ടയിലെ ശീലം നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലായി. ചുട്ടയിലെ ശീലം തുടരെ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഫ്രം ദ ബിഗിനിങ്, ഫ്രം യുവർ ചൈൽഡ്ഹുഡ് വാട്ട് യു ഗെറ്റ്, ദാറ്റ് വിൽ ബി വിത്ത് യു ടിൽ യുവർ ലാസ്റ്റ് ബർത്ത്. മനസ്സിലായോ? അതുകൊണ്ട് രാവിലെ ഇതിപ്പോ ഞാൻ ചലഞ്ച് ചെയ്താൽ ഒരു 2 സങ്കീർത്തനം ആർക്കും കാണാൻ പറയാൻ പറ്റും. ചലഞ്ചിങ്ങാണ്, വേണം കൈക്കൊണ്ടൊന്നുമില്ല. കുഞ്ഞു മക്കൾ വരുമായിരിക്കും യഹോവയുടെ നാമം പറഞ്ഞ്
അപ്പൊ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടുന്നത്? ഇതൊക്കെ നമ്മൾ പരിശീലിപ്പിക്കണം, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ബൈബിളിലെ കഥകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണ് അവർക്ക് ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുന്നത്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉപവാസം കർത്താവിന്റെ സ്വരം കേൾക്കുവാനുള്ള സമയമാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഉപവാസം എന്താണ്? ഉപവാസം എന്താണ്? പ്രാർത്ഥന. പ്രാർത്ഥനയുടെ സമയമാണ് ഉപവാസം. പിന്നെ 2, രക്ഷയുടെ ഉപായം. നിങ്ങളെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന വലിയൊരു ഘടകമാണ് ഉപവാസം. 3, ആത്മീയമായ ബലം തകർന്നു പോകുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധി വരുമ്പത്തി അയ്യോ പോയല്ലോ, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും പോയല്ലോ. ആത്മീയമായ ഒരു ബലം വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപവസിച്ച് പ്രാർത്ഥിക്കണം, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. നിന്റെ കണ്ണുനീരിനെ കുപ്പിയിൽ ശേഖരിച്ചൊരു കർത്താവുണ്ടെന്ന് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ കണ്ണുനീര് കാണാൻ വിധം അവിടുത്തെ കൈകൾ കുറിയപ്പെട്ട ചെവികൾക്ക് മാദ്യം സംഭവിച്ചിട്ടില്ല. അങ്ങനെ വചനം കർത്താവ് നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആത്മീയമായ ബലമാണ്. അടുത്ത എന്താണ്? നിന്നെ വിനീതനാക്കുന്ന വളരെ ആത്മീയ ആയുധമാണ് ഉപവാസം എന്ന് പറയുന്നത്. അടുത്തത്, കർത്താവിന്റെ സ്വരം ശ്രവിക്കാനുള്ള ഒരു അവസരമാണ് നോമ്പിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ വേണം? നോമ്പ് നോക്കണം. ഈ നോമ്പ് നോക്കുന്ന ഒരു പാരമ്പര്യമായി നമ്മുടെ കൂടെ ഉണ്ടാവണം. ഇത് ബൈബിളിൽ നിന്നുള്ള ഒരു നോമ്പിനെ കുറിച്ചുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഇനി നമുക്കറിയാവുന്നതുപോലെ സഭയുടെ വിശുദ്ധര് ഈ നോമ്പിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മളൊന്ന് കാണുവാനായിട്ട് പോവുകയാണ്. കാരണം നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ പ്രോഡക്റ്റ് എന്താണെന്ന് നിങ്ങളിപ്പോൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കി. ഇനി അടുത്തത് എന്താണ്? ഈ വിശുദ്ധര് ഈ നോമ്പിനെ കുറിച്ച് പറയും. ഈ വിശുദ്ധർ പറയുന്നതൊക്കെ ചുമ്മാ ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ പറയുന്നതാണോ? അല്ല, അവർ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും പറയുന്നതാണ്. മനസ്സിലായോ? നമ്മളെ വിശുദ്ധര്, സെയിൻസ് പറയുന്നതൊക്കെ അവർക്ക് തമ്പുരാൻ കൊടുത്ത ഒരു വെളിപാടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധരെന്താണ് പറയുന്നത്? ഇപ്പോൾ വിശുദ്ധ ജെറോം, കുറച്ച് കുറേ കാര്യം പറഞ്ഞു, അതിനകത്ത് 3 കാര്യം മാത്രം. വിശുദ്ധ ജെറോം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എല്ലാ പുണ്യങ്ങളുടെയും അടിസ്ഥാനമാണ് ഉപവാസവും നോമ്പും. എല്ലാ പുണ്യങ്ങളുടെയും അടിസ്ഥാനം ഈ ഒരു ബേസിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ആഘോഷങ്ങളുടെ ഒരു ബേസ് ഇതായിരിക്കണം, ഈ പ്രാർത്ഥനയായിരിക്കും. മനസ്സിലായോ? പ്രാർത്ഥന ആയിരിക്കണം. മനസ്സിലായോ? അതുകൊണ്ട് ഇന്ന് ഒരു നോമ്പ് നോക്കിയാണ്. അമ്മ മുട്ട വന്നാൽ എന്താ പറയണം? അച്ഛൻ പറഞ്ഞു മുട്ട വേണ്ട. നിങ്ങളുടെ ജേസന്മാരൊക്കെ ആരെങ്കിലും മുട്ട കഴിക്കാൻ മരിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നോമ്പ് നോക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജെറോം എന്ന് പറഞ്ഞിരിക്കുന്നു, എല്ലാ പുണ്യങ്ങളുടെ ഒക്കെ ഒരു കലവറ, അതിന്റെ ഒക്കെ ഒരു അഭിഷേകത്തിന്റെ ആരംഭം എവിടാണ്? നോമ്പിലാണ്. മനസ്സിലായി? നോമ്പിലാണ് നമ്മളുടെ പുണ്യങ്ങളൊക്കെ ആരംഭിക്കുന്നത്. ഇനി വിശുദ്ധ അഗസ്റ്റീനോസ്, എനിക്ക് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോ അതായത് ഞാൻ പറയുന്നതിനേക്കാൾ അഗസ്റ്റീനോസ് വിശുദ്ധ വല്ല തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് അഗസ്റ്റീനോസിന്റെ പേര് പറഞ്ഞ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അഗസ്റ്റീനോസ് ഇപ്രകാരം പറയും: ശരീരത്തെ കീഴടക്കാൻ പറ്റിയ അവസരമാണ് നോമ്പിന്റെ സമയം. ശരീരത്തെ കീഴടക്കാൻ പറ്റിയ അവസരമാണ് നോമ്പിന്റെ സമയം. നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ കുറെ കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഒന്ന് ത്യജിക്കാൻ പറ്റിയ അവസരമാണ് നോമ്പിന്റെ സമയം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ രൂപതയുടെ കാവൽപിതാവ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നു:
ദാനധർമ്മമില്ലാതെ ഉപവാസം സ്വർഗത്തിലേക്ക് ഉയരില്ല. പ്രാർത്ഥനയുടെ സഹോദരിയാണ് ഉപവാസം. അവ രണ്ടും ഒരുമിച്ച് പോകണം. പ്രാർത്ഥനയും ഉപവാസവും ഒരുമിച്ച് പോകണം. രണ്ട് പാട്ട്, ഒരു നാണയത്തിന്റെ രണ്ട് പാട്ട്, പ്രാർത്ഥനയും ഉപവാസം. അതുകൊണ്ട് നിങ്ങൾ ഉപവസിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു അനുഗ്രഹം, അതിന് അനുഗ്രഹം ഇല്ലെന്നല്ല, അനുഗ്രഹമുണ്ട്, പക്ഷേ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുന്ന എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥനയും ഉപവാസവും ഒരുമിച്ച് കൊണ്ടുപോകണം. പ്രാർത്ഥനയും ഉപവാസവും ഒരുമിച്ച് കൊണ്ടുപോകണം. സോ ഇത് വചനത്തിലൂടെ നമ്മൾ കേട്ടു. വിശുദ്ധ ജോൺ ക്രിസ്തോസ് പറഞ്ഞു, പ്രാർത്ഥനയുടെ സഹോദരിയാണ് ഉപവാസം. ഇവ രണ്ടും ഒരുമിച്ച് പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉപവസിക്കുവാൻ നിങ്ങൾ റെഡിയാണ്. ഈ കുറച്ച് ദിവസങ്ങളോട് എങ്കിൽ പോലും പ്രാർത്ഥിക്കാനും നോമ്പെടുക്കാനൊക്കെ നിങ്ങളെ തന്നെ തയ്യാറാക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കത് പറഞ്ഞു കൊടുക്കണം. ഈശ്വരനെ നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. അതായത് നോമ്പ് നോറ്റവര് ആരൊക്കെയാണ്? മനസ്സിലായോ? അപ്പോ അതായത് ഇപ്പൊ ഞാൻ പറയുകയാണ്, ഞാൻ നോമ്പ് നോറ്റു. നിങ്ങളൊരു ഇംപ്രഷൻ എന്തായിരിക്കും? ഇയാൾക്ക് നോക്കാം. അപ്പൊ ഇതാ പറയണം, ഞാൻ നോമ്പ് നോറ്റു. അതിന്റെ ഇച്ചിലൂടെ ഒരു ഗ്രാവിറ്റി ഇച്ചിലൂടെ കൂടും. ഇപ്പൊ കാലിലേക്ക് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ നോമ്പ് ഇച്ചിലൂടെ ഊപ്പറിലാണ്, ഇല്ലയോ? അപ്പൊ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ നോമ്പ് നോക്കെന്ന് പറഞ്ഞ കാര്യം, ബൈബിളിൽ നോമ്പ് നോക്കി അനുഗ്രഹം പ്രാപിച്ച കുറേ പേരെ നമ്മൾ വളരെ വേഗം കാണുകയാണ്. നിങ്ങൾ ബൈബിള്, നമുക്ക് സമയം 11 മണിയായി, ഞാൻ ഒന്നും പറഞ്ഞാൽ വഴിയില്ല. അപ്പൊ അതുകൊണ്ട് വേഗം നമ്മൾ മോശ എന്ത് ചെയ്തു? നോമ്പ് നോക്കി. മോശയ്ക്ക് എന്തോ കിട്ടി? വളരെ വേഗം സാധിക്കും. മോശയ്ക്ക് എന്തോ കിട്ടി? മോശയ്ക്ക് എന്തോ കിട്ടിയെന്നതാണ് നോമ്പ് നോക്കിയപ്പോൾ നയിക്കാനുള്ള ശക്തി കിട്ടി. വേറൊരു ഒരു സാധനം കൃത്യമായിട്ട് കിട്ടി. എന്താ കിട്ടി? 10 commandments, 10 കൽപ്പനകൾ ലഭിച്ചത് 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷമാണ്. അവരെ നയിക്കാനുള്ള ഒരു കൃപ ലഭിച്ചത് എപ്പോഴാണ്? അതുകൊണ്ട് വീട്ടിലുള്ള ആൾക്കാർ, മുതിർന്നവര്, നിങ്ങളെ ആരും മാനിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ എന്തോ ചെയ്തോണം? തീരുന്ന ഉപവസിച്ചോണം, തന്നെ മാനിച്ചോട്ടും. മനസ്സിലായോ? ഇപ്പൊ സപ്പോസ് ഒരു അച്ചായൻ മോളോട് പറയുകയാണ്, നീ നാളെ മുതൽ ഉപവസിക്കണം. മോളെ തിരിച്ച് ഉടനെ ചോദിക്കുക, സാധ്യതയുള്ള ചോദ്യം എന്താ? പപ്പ ഉപവസിക്കുന്നുണ്ടോ? ഇല്ലയോ? പപ്പ പരിപാടി നിർത്തി 19 ദിവസത്തേക്ക് ഞങ്ങൾ ഉറപ്പായിട്ടും ഉപവസിച്ചോ. അതുപോലെ തന്നെ മോശയോട് ആദ്യം നിങ്ങൾ പ്രാർത്ഥിക്കാൻ വില കൊടുത്താ. അങ്ങനെ മോശ എന്ത് ചെയ്തു? 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഇനി മുന്നോട്ട് പോകുമ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് 2 സാമുവേൽ 12, 16, 23 നമ്മൾ എടുക്കണ്ട. 2 സാമുവേൽ 16, 12 അധ്യായം 16 മുതൽ 23 വരെ കാണുന്നത്. അവിടെ എന്തിനാ ദാവീദ് പ്രാർത്ഥിക്കുന്നത്? ദാവീദിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ ഒരു ഭാര്യയെ കൂടെ പ്രാപിച്ചു. ആ ഭാര്യയുടെ പേരെന്താണ്? അയ്യോ, നിങ്ങൾ ഓർമ്മ. ദാവീദിന് ഒരു എന്താ പറയുന്നത്, ഒരു അവിഹിതം ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരാളുണ്ട്, അതിന്റെ പേരെന്താണ്? ബത്ശേബയിൽ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് രോഗാവസ്ഥയിലാണെന്ന് അതിന്റെ സമയത്ത് ദാവീദ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അങ്ങനെ ദാവീദ് 3 ദിവസം പ്രാർത്ഥിച്ചെന്നാണ് കേൾക്കുന്നത്. പക്ഷെ കുഞ്ഞ് മരിച്ചുപോയി. പക്ഷെ ദാവീദ് സന്തോഷവാനായിട്ട് കാണപ്പെടുന്നത് ബൈബിളിൽ നമ്മുടെ 2 സാമുവേൽ 12 അധ്യായം 16 മുതൽ 23 വരെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ക്ലേശങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അടുത്തത് ഏലിയ പ്രാർത്ഥിക്കുന്നുണ്ട്. ഏലിയ പ്രാർത്ഥിക്കുന്നത് ഹോറേബ് മലയിൽ വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ ഇങ്ങനെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഏലിയയെ കുറിച്ച് 1 രാജാക്കന്മാർ 19, 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ കാണുന്നുണ്ട്. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ എസ്തേർ പ്രാർത്ഥിക്കുന്നുണ്ട്. എസ്തേർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എസ്തേർ ബൈബിളിൽ പുസ്തകം തന്നെയുണ്ട്. എസ്തേർ എന്ന് പറയുന്ന ഒരു പുസ്തകം അവിടെ കാണുന്നത്. എസ്തേർ
ഒരു അഹേശ്വരസ് രാജാവ്. എന്താണ് പറഞ്ഞേ? അഹേശ്വരസ് രാജാവിനെ കീഴടക്കാനായിട്ട് പോകുമ്പോൾ എസ്തേർ എന്ത് ചെയ്യുന്നുണ്ട്? ഉപവസിക്കുന്നുണ്ട്. ആ രാജാവ് ആ ദേശത്തെ കീഴടക്കുമ്പോൾ എസ്തേറിനെയാണ് ആ നാട്ടിലെ ആൾക്കാര് എന്തിനു വേണ്ടി നിയോഗിക്കുന്നത്? രാജാവിനെ പോയി കൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആരെ നിയോഗിക്കുന്നുണ്ട്? എസ്തേറിനെ നിയോഗിക്കുന്നുണ്ട്. എസ്തേർ അപ്പോൾ എന്തോ ചെയ്തു? ഉപവസിച്ചു. ഉറക്കെ പറഞ്ഞേ, ഉപവസിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എസ്തേർ ഉപവസിച്ചു. ഇനി മുന്നോട്ട് പോകുമ്പോൾ ദാനിയേൽ ഉപവസിക്കുന്നതിൽ ദാനിയേൽ 10:2-3 വാക്യങ്ങളിൽ കാണുന്നു. ദാനിയേൽ 10:2-3 വാക്യങ്ങളിൽ കാണുന്നു. ദാനിയേൽ ഉപവസിച്ചതിനെ കുറിച്ച് കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മുടെ മെയിൻ കഥാനായകൻ ഉപവസിച്ചു. ആര്? യേശു ഉപവസിച്ചു. എത്ര നാള്? 40 രാത്രങ്ങൾ ഉപവസിച്ചു. ആ 40 രാത്രി ഉപവസിച്ചതിന് ശേഷമാണ് എന്തോ ചെയ്തത്? പ്രലോഭകനെ കീഴടക്കിയത്. വിശുദ്ധ പൗലോസ് ഉപവസിക്കുന്നതിനെ കുറിച്ച് 2 കൊരിന്തോസ് 6:15 പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ കണ്ട കഥാപാത്രങ്ങളെല്ലാം എന്തോ ചെയ്തിട്ടുണ്ട്? എന്തോ ചെയ്തിട്ടുണ്ട്? എന്തോ ചെയ്തിട്ടുണ്ട്? അതുകൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യണം? മെയിൻ ആൾക്കാരെല്ലാം ഉപവസിച്ചു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് ഇങ്ങനെ വല്ല വട്ടമുണ്ടായിട്ടാണ് ഉപവസിച്ചേ? അല്ല, എല്ലാത്തിനും ഒരു കാരണമുണ്ടായിരുന്നു. There was a reason for their fasting and abstinence. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉപവസിക്കണം. ഉപവസിക്കണം. നമുക്കൊരു നമുക്കൊരു സന്തോഷം വേണം ഇതിനൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉപവസിക്കണം. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തില് നോമ്പിനെ കുറിച്ച് നമ്മൾ കണ്ടു. പിന്നീട് വിശുദ്ധര് നോമ്പിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു. പിന്നീട് നോമ്പ് നോക്കിയ ആളെ കുറിച്ചും നമ്മൾ കണ്ടു. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമുക്ക് കാണുന്നവരെയെല്ലാം മനസ്സിലായി. ഇനി സഭ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സഭ എന്താ പറഞ്ഞിരിക്കുന്നത്? സഭ നോമ്പ് നോക്കണമെന്ന് പറയാം, നോമ്പ് നോക്കണമെന്ന് പറയാം. എന്താ പറയുന്നത്? സഭ നമുക്ക് ദോഷമായിട്ട് തെറ്റ് ചെയ്യുവോ? നിങ്ങൾ എന്തോ സഭ ദോഷം ചെയ്തിട്ടുള്ള പോലെ സഭ ദോഷം വല്ല ചെയ്യുവോ? സഭ ദോഷമൊന്നും ചെയ്തിട്ടില്ല. സഭ പഠിപ്പിക്കുന്നതെല്ലാം നമ്മുടെ വിശുദ്ധീകരണത്തിന് ആണല്ലോ. വീണ്ടും ഉറങ്ങിയോ? നിങ്ങൾ പറ. ഞാൻ മിഷനിലായോണ്ട് ഫാദർ ഒക്കെ അവർ പറയും. ഞാൻ ആ ഒരു തലത്തിലായി പോയി. പറയണം പറയണം, ഞാൻ പറയണം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നിങ്ങളുടെ ലോകത്തിന്റെ സഭ നമുക്ക് തരുന്നത്, നമുക്ക് ആത്മീയമായി നമ്മളെ ഉണർത്തുന്ന കാര്യങ്ങൾ മാത്രം സഭ നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ കുർബാനയിലൊക്കെ, നോമ്പിന്റെ സമയത്തെ കുർബാനയിലൊക്കെ അവസാനം അച്ഛൻ എന്തോ പ്രാർത്ഥിക്കുന്നുണ്ട്? പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, അച്ഛൻ പ്രാർത്ഥിക്കും. സാത്താനെയും കൂട്ടരെയും തന്നോമ്പാൽ തോൽപ്പിച്ചല്ലോ, സഭയിതു കണ്ടു പഠിച്ചിടാൻ കൽപ്പിച്ചോ മെശിഹാധന്യൻ. മനസ്സിലായോ? സാത്താനെയും കൂട്ടരെയും തന്റെ നോമ്പാൽ തോൽപ്പിച്ച മിശിഹ എന്ത് ചെയ്തു? അത് കണ്ടുപഠിച്ചിടാൻ അവന്റെ ജീവിതത്തിലും. സാധാരണ കൂട്ടരെ തന്നെ തോൽപ്പിച്ചല്ലോ, സഭയിൽ കണ്ടുപിടിച്ചിടാൻ കൽപ്പിച്ചോ മിശിഹ തന്നെ. സഭയിൽ കണ്ടുപഠിക്കണം. സാധാരണയും കൂട്ടരെയും ഓടിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കേൾക്കും? 40 നോമ്പ് പ്രാർത്ഥിക്കണം.
40 നാളിൽ ഉപവാസം മോശയും ഏലിയാവും കഴിച്ച നോമ്പ് നമുക്കും കണ്ടുപഠിക്കേണ്ടതാണ്. സഭയുടെ പ്രാർത്ഥനയുള്ളത്, സഭയുടെ പ്രാർത്ഥനയിൽ ഉള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭ പഠിപ്പിക്കുന്നു, നമ്മുടെ ആരാധനക്രമം പഠിപ്പിക്കുന്നു, നീ നോമ്പ് നോക്കണം, നീ നോമ്പ് നോക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് ഇന്നലെ ഇന്നോ തുടങ്ങിയതല്ല. പൂർവികരായി നമ്മുടെ അപ്പന്മാരും അവരുടെ അപ്പന്മാരും അങ്ങനെ ആദ്യ കാലഘട്ടം മുതൽ തുടങ്ങിയ ഒരു പ്രാർത്ഥനയുടെ വലിയ ആയുധമാണ് നോമ്പും ഉപവാസം. സഭയുടെ ഒരു നിയമമുണ്ട്. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, സഭയ്ക്ക് എത്ര നിയമങ്ങളുണ്ട്? സഭയ്ക്ക് എത്ര കൽപ്പനകളുണ്ട്? സഭയുടെ കൽപ്പനകൾ എത്ര? സഭയ്ക്ക് എത്ര കൽപ്പനകളുണ്ട്? How many? 7? 5. സഭയ്ക്ക് എത്ര കൽപ്പനകളുണ്ട്? അതിനകത്ത് മൂന്നാമത്തെ കൽപ്പന എന്തുവാ? Yes, observe your fast and abstinence. മലയാളത്തിൽ എന്താ പറയുന്നത്? നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉപവസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും വേണം. ഇതെന്തിന്റെ നിയമമാണ്? സഭയുടെ നിയമമാണ്. നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉപവസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും വേണം. ഇത് സഭ പറയുന്നു, വചനം പറയുന്നു, നമ്മുടെ പാരമ്പര്യം പറയുന്നു, നമ്മുടെ ആരാധന പറയുന്നു. പിന്നീട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൂർവികർ പറഞ്ഞു വെച്ചു, നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, നോമ്പ് നോക്കണം, ഉപവസിക്കണം. നമുക്ക് ഇതൊരു നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് പ്രിയപ്പെട്ടവരെ. It should be a part of your life. നോമ്പിന്റെ സമയത്ത് അച്ഛൻ ഇങ്ങനെ അനൗൺസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിന് മുമ്പേ നിങ്ങളുടെ മനസ്സിൽ തോന്നലുണ്ടാവണം, ഇത് നോമ്പാണ്, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് ഉപവസിക്കണം എന്നൊരു തോന്നലുണ്ടാവണം. ഇതിനനുസരിച്ച് സാധനങ്ങളൊക്കെ മേടിക്കാവോ? മനസ്സിലായോ? നോമ്പിന്റെ തലേന്ന് 3 കിലോ ഇറച്ചി മേടിച്ചാൽ എന്താ പറയും? ദൈവം അച്ഛാ വേസ്റ്റ് ആവില്ല, അതുകൊണ്ട് ഒരാഴ്ച മേടിക്കാം. അതിനനുസരിച്ച് വേണം മേടിക്കാൻ. ഇതൊക്കെ നമ്മുടെ ഒരു ചെറിയ കാര്യങ്ങൾ, അല്പ കാര്യങ്ങൾ വിശ്വസ്തനായിരിക്കുന്നവനെ വലിയ കാര്യങ്ങൾ വിശ്വസിക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നോമ്പ് നോക്കാം. അങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇതിനൊക്കെ ഒരു അനുഗ്രഹമുണ്ട്. ഇതിനൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാണ് നോമ്പിന്റെ ദിവസങ്ങൾ. ഒരു എനർജിയാണ്, ഒരു അഭിഷേകമാണ് ഈ നോമ്പ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾ ഇപ്പൊ കേട്ട് ഇത്രയും ചിന്തകൾ മനസ്സിലുണ്ടാക്കി ചായ കുടിക്കുമ്പോൾ അതിനെ ഒഴുകി കളയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മൊത്തം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നേ. ആണോ? നിങ്ങൾ എന്തിനു വേണ്ടി ഇവിടെ വന്നേ?